ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഇഗ്നൈറ്റ് SSC Academy യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റീസണിംഗിലെ ടോപ്പിക് ഇൻട്രൊഡക്ഷനിലെ പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറയുന്ന നോൺ വെർബൽ റീസണിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും, അതായത് എംബഡഡ് ഫിഗർ എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്തപ്പോഴാണെങ്കിലും പിന്നെ അതിന് മുമ്പ് ഫിഗറുമായി ബന്ധപ്പെട്ട ഫിഗർ നമ്മൾ കംപ്ലീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ വെർബൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാൽ വളരെ എളുപ്പമുള്ളതായി തോന്നും. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ അശ്രദ്ധ മൂലം കെയർലെസ് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ടോപ്പിക്കാണ് നോൺ വെർബൽ റീസണിംഗ്. അതുകൊണ്ട് തന്നെ പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ശ്രദ്ധിച്ച് കാണുക. എന്താണ് ഈ പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ ഒന്നുമില്ല, ഒരു പേപ്പർ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം അത് നിവർത്തി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ അല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പേപ്പറിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഫിഗർ എപ്പോഴും നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതില് നോക്കിക്കേ, എന്താ പറയുന്നത്, ഈ പേപ്പർ, ഈ ആരോ മാർക്ക് എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? ഈ ആരോ മാർക്ക് ഒരു പേപ്പറിനെ നേരെ പകുതിയായിട്ട് മടക്കി, കണ്ട ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മടക്കി എന്നാ പറയുന്നത്. ഇങ്ങനെ, അതായത് നമ്മളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പറിനെ ആദ്യം ഇങ്ങനെ മടക്കി, ഓക്കെ, അപ്പൊ അത് റെക്റ്റാങ്കിൾ ഷേപ്പിലായി. അതിനുശേഷം അതിന് തിരിച്ചു മടക്കി, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറിനെ നമ്മൾ ആദ്യം നേരെ നടുവേ മടക്കി, അതിനുശേഷം തിരിച്ചും മടക്കി. ഇപ്പൊ ചെറിയൊരു സ്ക്വയർ ആയി മാറിയിട്ടുണ്ടാവും, കണ്ടോ? എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു ചെറിയ സ്ക്വയർ കട്ട്, നടുവിൽ ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു കട്ട്, മനസ്സിലാവുന്നുണ്ടോ? നടുവിൽ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലൊരു കട്ട്. അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ കൂടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാൻ മായ്ച്ചു കളയാം. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇതിനെ ഇനി ഞാൻ നിവർത്തി കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തിനെ ഇനി ഞാൻ നിവർത്തുകയാണ്. അപ്പൊ ആദ്യം ഇങ്ങനെയല്ലേ മടക്കിയത്, ഇങ്ങനെയാണ് മടക്ക് വന്നേക്കുന്നത്. അപ്പൊ നിവർത്തുമ്പോൾ ആദ്യം ഞാൻ ഇങ്ങോട്ടേക്കല്ലേ നിവർത്തുക. അപ്പൊ നിവർത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ വരുമല്ലോ. ഓക്കെ, മനസ്സിലാവുന്നോടാ പറഞ്ഞേ? അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഓപ്ഷനിലൂടെ നമ്മൾ നോക്കുമ്പോൾ നടുവിൽ എന്തോ സാധനം വേണമെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നടുവിൽ എന്തെങ്കിലും ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ ഒന്നുമില്ല, ഒരു വെട്ടോ മുറിവോ ഒന്നുമില്ല. അപ്പൊ ഇതെന്റെ ഓപ്ഷൻ ആകാൻ സാധിക്കത്തില്ല. ഞാൻ ആദ്യം തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്, ഇതിന്റെ കോർണർ കണ്ടോ, ഈ പേപ്പർ ഇങ്ങനെ മടക്കിയതിനു ശേഷം ഇതെന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഏറ്റവും അറ്റത്ത് ഞാനൊരു സ്ക്വയർ ഷേപ്പിലൊരു കട്ട് ഇട്ടു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പേപ്പർ നിവർത്തി കഴിഞ്ഞാൽ, നിവർന്നതിന് ശേഷമുള്ള എൻ്റെ യഥാർത്ഥ പേപ്പറിന് ഇവിടെ എന്തുണ്ടാവില്ല, ഈ കോർണർ ഉണ്ടാവില്ല, ഈ കോർണർ ഉണ്ടാവില്ല, ഈ കോർണർ ഉണ്ടാവില്ല, ഈ കോർണർ, അതായത് മൂലയില്ലാത്ത ഒരു സ്ക്വയർ ആയിരിക്കും അത്. അപ്പൊ ഞാൻ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിന് 4നും ഓൾറെഡി ഇത് പോയതാണ്, 1 2 3, കാരണം ഇതിന് 4നും എന്തില്ല, മൂലയില്ല. ഇതിന് 3നും ഇല്ല, മറ്റേത് ഓൾറെഡി പോയതാണ്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ ഒരു മൂലയുണ്ടല്ലോ, ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു എന്തുണ്ട്, ഒരു സ്ക്വയർ, ചെറിയൊരു റെക്ടാങ്കിൾ ഷേപ്പ് പോലെ എന്തോ ഒരു കട്ട് ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ നിവർത്തുമ്പോൾ എനിക്ക് ഇവിടെയും ചേർന്നിട്ട് വരണം, അതേ സാധനം ഇവിടെയും വരണം, അതേ സാധനം ഇവിടെയും വരണം, അതേ സാധനം ഇവിടെയും വരണം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം എവിടെ ഉണ്ടാവണം, എൻ്റെ ഇതിലുണ്ടാവണം. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ അത് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങോട്ടേക്കായിട്ടാ. എനിക്ക് എവിടെയാ വേണ്ടത്? ഇതിന്റെ നേരെ മുകളിൽ മൂല, അല്ലെങ്കിൽ ഈ ഒരു കോർണറിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഉള്ളിലോട്ടാണ്. ഇതിന്റെ ആൻസർ ആകാൻ പറ്റൂല. 2 ഓപ്ഷൻ പോയത് കണ്ടോ? ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ ഇതിന്റെ നടുവില് നോക്കി, ഇതിന്റെ നടുവിൽ കണ്ടോ? ഇനി ഏതൊക്കെയുള്ളൂ നമുക്ക്? ഇനി നമുക്കുള്ളത് 2 ഓപ്ഷൻസ് ആണ്, ഒന്നിക്കൽ A അല്ലെങ്കിൽ D. ഈ എയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എയും ഡിയും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ, ഈ എക്ക് ഇവിടെ 2 ചെറിയ വട്ടങ്ങൾ കണ്ടോ നിങ്ങൾ, മുകളിലും താഴെയായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നടുവിൽ വരണമെങ്കിൽ നമ്മൾ എവിടെ അങ്ങനെ ഒരു വെട്ടിട്ടുണ്ടാവണം? നമ്മൾ ഇവിടെ അങ്ങനെ ഒരു വെട്ടിട്ടിട്ടുണ്ടാവണം. അപ്പോഴല്ലേ ഇവിടെ വരത്തുള്ളൂ, അല്ലേ? പക്ഷെ അങ്ങനെ ഒരു കട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഇതിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താവാൻ പറ്റില്ല, എൻ്റെ A ഓപ്ഷനും ഇതിന് ശരി ഉത്തരമാകാൻ പറ്റില്ല. സോ ദിസ് ഹാസ് ടു ബി ദ ആൻസർ. ഇത് നിങ്ങൾക്ക് ഇത് ബിഗ് സ്ക്രീനിലായതുകൊണ്ടാണ് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എനിക്കും ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് അതേപോലെ വെച്ചതാണ്. അപ്പൊ ചെറിയ റെസൊല്യൂഷൻ അതിനെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ കുറച്ചിങ്ങനെ സ്കാറ്റർ ആയി പോകും. അപ്പൊ ഇതൊരു ഡയമണ്ട് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായോ? ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് സർക്കിൾ പോലെ നമുക്ക് തോന്നുക.
മനസ്സിലായോ? നമ്മൾ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അത് അതേപടി എടുത്തിട്ട് GDക്ക് ചോദിച്ച ചോദ്യമായത് കഴിഞ്ഞ വർഷത്തെ അത് അതേപോലെ എടുത്തിട്ട് അതിനെ എൻലാർജ് ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ സെപ്പറേറ്റ് വരച്ചുണ്ടാക്കിയതല്ല. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിങ്ങിലെ ചോദ്യം നമ്മൾ ചെയ്യുക. ഇനി മറ്റൊരു ചിത്രം നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? പേപ്പർ ഈസ് ഫോൾഡഡ്. പേപ്പർ ഫോൾഡ് ചെയ്ത രീതിയാണ് ഈ പറയുന്നത്. പേപ്പർ ഈസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആസ് ഷോൺ ബിലോ. ഹൗ വിൽ ഇറ്റ് അപ്പിയർ വെൻ അൺഫോൾഡഡ്? സെലക്ട് ദ ഫിഗർ ദാറ്റ് മോസ്റ്റ്. വായിച്ചു നോക്കേണ്ട ആവശ്യം പോലുമില്ല. ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള പേപ്പർ, ഒരു സർക്കിൾ ആയിട്ടുള്ള പേപ്പറാണ്. ഒരു വട്ടത്തിലുള്ള പേപ്പർ. ആ വട്ടത്തിലുള്ള പേപ്പറിന്റെ ഇവിടെ നിന്ന് നടുവിലോട്ട് മടക്കിയപ്പോൾ അത് റെക്റ്റാങ്കിൾ ഷേപ്പിലായി. റെക്റ്റാങ്കിൾ ഷേപ്പിലായി. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതിനെ ഞാൻ വീണ്ടും നടുവിലോട്ട് മടക്കിയിട്ട് ഒരു M ഷേപ്പിൽ ഒരു കട്ടിട്ടു. അതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ശരി ഉത്തരം? അല്ലെ? നല്ലൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? എനിക്കും ഇതിപ്പം ഈ ഒരു സ്ക്രീനിൽ, കാരണം ബ്ലർഡ് ആണ്, സ്കാറ്റേർഡ് ആണ്, സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്യുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആണ് നമ്മൾക്ക് ഈ പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരിക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കോപ്പി അവിടെ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തതല്ലാതെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ബട്ട് ഓൺലി ഇഫ് യു വാണ്ട് ഇറ്റ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത്? പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മളുടെ മറ്റൊരു ടോപ്പിക്, നോൺ വെർബൽ റീസണിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കും നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊന്നുമക്കളെ പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച് നമുക്ക് ഇതിലൊന്നും തെറ്റ് വരുത്തുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് ടൈം. ഇനി ഒരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.